ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വർക്കിന് ഇറങ്ങിയിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ ലീവൊക്കെ ആയിട്ട് വന്നതായിരുന്നു. കഴിഞ്ഞ 5-ാം തീയതി ഓടിയതാണ് നമ്മൾ ലാസ്റ്റ് ട്രിപ്പ്. അന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് പോന്ന്. പിന്നെ ഇനിയിപ്പോൾ 9-ാം തീയതി നാളെ സ്ട്രൈക്കാണ്. ഊബറിനെതിരെ, ഓൺലൈൻ ടാക്സിക്കൊക്കെ എതിരായിട്ട് സ്ട്രൈക്ക് നമ്മൾ നടത്തുന്നുണ്ട്, ഓൺലൈൻ ടാക്സിക്കാർ. പിന്നെ നമ്മൾ ചൊവ്വാഴ്ചയാണ് ഊബർ ഓടുക. ബുധനാഴ്ച മുതലാണ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നാളത്തെ സ്ട്രൈക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. നാളെ ഊബറിൻ്റെ സ്ട്രൈക്കാണ്. സ്ട്രൈക്ക് ഇങ്ങനെ ഊബറിനെതിരെയുള്ള ഓൺലൈൻ ടാക്സിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കുറേ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം 1-2 പ്രാവശ്യം സ്ട്രൈക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടായത് എനിക്ക് കറക്റ്റ് ഓർമ്മ ഉണ്ട്. അന്ന് നമ്മളൊക്കെ ലീവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങി. അപ്പോൾ ലുലുമാളിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു സായിപ്പുണ്ട് നാൾ ഊബർ ബുക്ക് ചെയ്യണം. അപ്പോൾ ഊബർ ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്ന് സ്ട്രൈക്കാണല്ലോ, ഊബറൊന്നും കിട്ടൂലാണ്. അപ്പോൾ ആള് പറഞ്ഞു ഊബർ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നെട്ടി. അപ്പോൾ എന്താന്നോ, ഇതിന്റെ അടിയിൽ കൂടി കുറെ ആൾക്കാർ മുതലാക്കാനായിട്ട് നിൽക്കും. കുറേ ഊബറുകൾ ഓഫാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രിപ്പ് അടിക്കും. ചില ഊബർമാര് മാത്രം ഓണാക്കിയിട്ട് നല്ല ഏൺ ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ അന്നൊരു ഡ്രൈവറെ ഞങ്ങൾ അങ്ങനെ പിടിച്ചപ്പോൾ ഞങ്ങൾ അവരെ വാലറ്റൊക്കെ നോക്കിയപ്പോൾ അവരറിഞ്ഞ് ഞാനിങ്ങനെ സ്ട്രൈക്കുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഏണിങ്സ് നോക്കിയപ്പോൾ 3000-ഓളം ഏൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളെ പോലെ വേറെയും കുറെ സ്ഥലത്തു നിന്ന് ആൾക്കാർ പിടിച്ചിട്ടുണ്ടാവും. അവിടുന്ന് അയാൾ ഇതേപോലെ ഡയലോഗ് പറഞ്ഞാണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോന്നിട്ടുണ്ടാവും. പിന്നെ ഇതിങ്ങനെ ഓടല്ലേ. അപ്പോൾ അതങ്ങനെ അറിയാൻ കഴിയൂല. അപ്പോൾ നാളത്തെ സ്ട്രൈക്ക് എന്തായാലും ഒരു അടിപൊളി സ്ട്രൈക്കാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഊബർ, ഓല, റാപ്പിഡോ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് 0 കമ്മീഷനുള്ള നമ്മളെ കേരള സവാരി ആപ്പിനെ മാത്രമാണ് നാളെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താന്നോ, അത് നല്ലൊരു സംഭവമാണ്. അന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഓൺലൈൻ ടാക്സിൻ്റെ ഇതും ഓടാൻ പറ്റൂല എന്നില്ല, അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ വലിയ കാര്യമില്ല. ഇതിപ്പോൾ യാത്രേൻ്റെത് അടിപൊളിയായി. യാത്രയല്ലേ കേരള സവാരി. അപ്പോൾ അതെന്താ വെച്ചാൽ കസ്റ്റമർ ഊബർ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഊബറിന്റെ വണ്ടി കിട്ടൂല. അപ്പോൾ റാപ്പിഡോക്ക് ചിലപ്പോൾ നോക്കി നോക്കുമ്പോൾ അതും കിട്ടൂല. യാത്ര നോക്കുമ്പോൾ എല്ലാവരും നാളെ യാത്ര ഓപ്പൺ ആകുമ്പോൾ യാത്ര പെട്ടെന്ന് വണ്ടി കിട്ടും. അങ്ങനെ ഇത് ഒരു ദിവസത്തിനാണ് ഈ സ്ട്രൈക്ക് വെച്ചിരിക്കണത്. ഇതൊരാഴ്ചക്ക് സ്ട്രൈക്ക് വെക്കണം ശരിക്ക്. കാരണം ഇന്ന് ചിലപ്പോൾ വണ്ടി കിട്ടിയില്ല, ഓക്കെ, അത് എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ നാളെ ആ കസ്റ്റമർ ഊബർ നോക്കും. അങ്ങനെ ഒരാഴ്ചത്തോളം കിട്ടാക്കുമ്പോൾ ചിലപ്പോൾ കസ്റ്റമർ ആ ആപ്പ് ചിലപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. വെറുതെ ഫോണിൽ വെക്കണ്ടല്ലോ. യാത്ര പെട്ടെന്ന് ഏതിലാണ് പെട്ടെന്ന് വണ്ടി കിട്ടാൻ നോക്കും. ഇപ്പോൾ കൊച്ചിയിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഊബറാണ് എല്ലാവർക്കും അറിയുള്ളൂ. ഊബറിനാണ് അവിടെ കൂടുതൽ ഓട്ടം. അതുകൊണ്ട് ഊബറുകാർ എന്ത് ചെയ്യും, കസ്റ്റമറിന് നല്ല ലാഭമാണ് ഊബർ. എന്താ വെച്ചാൽ അവർക്ക് ചിലപ്പോൾ പ്രൊമോഷനൊക്കെയാണ്. കുറേ കിലോമീറ്റർ പോകുമ്പോൾ അവർക്ക് ചെറിയ പൈസയ്ക്ക് അവരിൽ നിന്ന് വാങ്ങുള്ളൂ. എന്നിട്ട് നമുക്ക് അതിലാറെ കമ്മീഷൻ കിട്ടുന്ന ചില ട്രിപ്പുകളുണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ ഊബറുകാർ കസ്റ്റമറിന് പ്രൊമോഷൻ കൊടുക്കുകയാണ്. അപ്പോൾ കസ്റ്റമറിന് ഇപ്പോൾ ഊബർ നല്ല ലാഭമാണ്. അതിലിപ്പോൾ പ്രശ്നം വരുന്നത് നമുക്കാണ് ഇപ്പോൾ ഓടിയിട്ട് മുതലാവാതെ നിൽക്കുക. ബ്ലോക്കിന്റെ അടിയിലേക്ക് ഓടുമ്പോൾ ചിലപ്പോൾ 16 രൂപ 17 രൂപ ഒക്കെ വെച്ചിട്ട് നമുക്ക് കിലോമീറ്ററിന് തരുള്ളൂ. ഇതിപ്പോൾ എന്താണോ, കുറേ മുമ്പ് യാത്ര ഒരു വട്ടം വന്നിട്ടുണ്ട്. അതെന്തോ ഒരു പൊളിഞ്ഞിട്ട് പോയതാണ് യാത്ര. ഇപ്പോൾ വീണ്ടും യാത്ര വന്നിട്ട് ഇപ്പോൾ അതിന്റെ പേരൊക്കെ മാറ്റി കേരള സവാരി ആക്കി. കുറച്ച് പേര് ഗവൺമെന്റിന്റെ എന്തൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേരള സവാരിയിൽ. അതിൽ മെട്രോ ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലിപ്പോൾ 0 കമ്മീഷനാണ്. അപ്പോൾ ഈ യാത്ര വന്നതിന് ശേഷമാണ് റാപ്പിഡോ വന്നത്. പക്ഷെ റാപ്പിഡോ ഒരു നല്ല ഓട്ടമുണ്ട്. യാത്രയെക്കാട്ടിലും ഓട്ടമുണ്ട്. യാത്ര ചിലപ്പോൾ ഒരു ദിവസം 3-4 അടിച്ച്. റാപ്പിഡോയിൽ അങ്ങനെയല്ല. നമ്മളെ ട്രിപ്പൊക്കെ കാണുന്നവർക്ക് കാണാൻ പറ്റും. റാപ്പിഡോയിൽ അധികം ട്രിപ്പ് അടിക്കലുണ്ട്. അത്യാവശ്യം നമുക്ക് കിലോമീറ്ററിന് പൈസയുണ്ട്. അപ്പോൾ അതിലെന്താ വെച്ചാൽ അത് നമുക്ക് ലാഭമാണ്. പക്ഷെ അതിനെക്കാട്ടിലും ലാഭം ശരിക്കും യാത്രയാണ്. അതിൽ 0 കമ്മീഷനാണ്. ഇതിലും കമ്മീഷൻ അല്ല. ഇതിലെങ്ങനെ വെച്ചാൽ 1000 രൂപ ഓടാൻ 81 രൂപ റീചാർജ് ചെയ്യുക. അങ്ങനെ ചെറിയൊരു എമൗണ്ട് പിടിക്കുന്നുണ്ടെന്ന് തന്നെ ഉള്ളൂ. അത് എന്നാലും വിഷയമില്ല. നമുക്ക് ഊബറിനെക്കാട്ടിലും റേറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും ഊബറിനാണ് അവിടെ കൂടുതൽ ഓട്ടം. നമ്മൾ ആ സമയത്ത് ഊബർ ഓഫ് ചെയ്യാനാണ്. പിന്നെ ഊബറിന് നമുക്ക് കുറെ ചിട്ടയും കാര്യങ്ങളുണ്ട്. നമുക്ക് വരുന്ന ട്രിപ്പ് എടുക്കണം, എല്ലാ ട്രിപ്പും എടുക്കണം, ക്യാൻസൽ ചെയ്യാൻ പറ്റൂല, കസ്റ്റമറിന്റെ റേറ്റിംഗ് കാര്യങ്ങൾ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഈ യാത്രയിലും റാപ്പിഡോയിലും ഒന്നും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ യാത്രയിൽ എന്നാലും ഉണ്ട് ക്യാൻസലേഷൻ റേറ്റും അക്സെപ്റ്റ് റേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നല്ല ട്രിപ്പ് തരുന്നതെന്ന് തോന്നുന്നു. ഊബറിൽ അങ്ങനെയൊക്കെയാണ് ട്രിപ്പ് തരിക. കാരണം ഊബറിന് കുറേ ഡ്രൈവേഴ്സ് ഉണ്ട്. അവർ കൂടുതൽ കസ്റ്റമറിനാണ് മുൻഗണന കൊടുക്കുന്നത്. ഇപ്പൊ അതാ വേറൊരു സംഭവം കൂടി ഊബർ വന്നിട്ടുണ്ട്. ഊബറിലൊരു പുതിയ അപ്ഡേഷന് എന്താ വെച്ചാല് മറ്റേ ടോളുകൾ നമ്മൾ കസ്റ്റമറിനോട് ചോദിച്ചു വാങ്ങണം എന്നുള്ള രീതിക്ക്. അപ്പോൾ അതെന്താ പ്രശ്നം ചോദിച്ചാൽ ഇനിയാണ് അത് പ്രശ്നം വരിക. എന്താ വെച്ചാല് നമ്മൾ വല്ല എയർപോർട്ടിന്റെ ടോൾ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. അതെങ്ങനെ എനിക്ക് അറിയില്ല. ഈ ഒരു അപ്ഡേഷൻ വന്നതിന് ശേഷം എനിക്ക് എയർപോർട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെന്താ സംഭവം ചോദിച്ചാൽ ഇനി ഇന്റർസിറ്റി ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ നമ്മൾ കസ്റ്റമറിനോട് ടോൾ വേണമെന്ന് പറയും. അപ്പോൾ അവർ പറയും ഞങ്ങൾ സ്ഥിരം പോണതാണ്, ടോൾ കൊടുക്കലില്ല എന്ന് പറയും. അപ്പൊ നമ്മളും കസ്റ്റമർ ചെറിയൊരു തല്ലാവും. അപ്പൊ അവര് നേരെ ഊബറിൽ റിപ്പോർട്ട് ചെയ്യും. ഊബർ നേരെ നമുക്ക് ആക്ഷൻ എടുക്കും. അങ്ങനെയൊക്കെയാണ് പ്രശ്നം. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല. കസ്റ്റമർ എന്താ ആക്ഷൻ എടുക്കണോ അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി നമുക്ക് ഊബറിന്റെ ഭാഗത്തുനിന്ന് കിട്ടും. അപ്പൊ ഊബറിന്റെ കസ്റ്റമറിനോട്ട് നമ്മളും ഒരു തല്ലാവും ഈ ഒരു സംഭവം. ഇതിപ്പോ ശരിക്ക്
ഊബർ തന്നെ അവരെ നിന്ന് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പണ്ടത്തെ പോലെ ഡയറക്റ്റ് ഈ പോണ വഴിക്ക് ഇത്ര ടോൾ ഉണ്ട്, ടോള് ഇൻക്ലൂഡിങ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചാർജ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർ ഓക്കെ എന്ന് പറയും. നമ്മളെയാണ് അവർക്ക് വിശ്വാസമില്ലാതെ. ഊബർ എന്ത് പറഞ്ഞാലും അവർക്ക് വിശ്വാസമായിരിക്കും. പിന്നെന്താണോ, ഊബർ ശരിക്കും ഇവിടുന്ന് പോകണ തന്നെയാണ് നല്ലത്. ഇത് പോകുമെന്നൊന്നും അറിയില്ല. നാളത്തെ സ്ട്രൈക്ക് ഇങ്ങനെയാണ്, യാത്രിനെ ഒരു പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രൈക്ക് പോലെയാണ്. കാരണം ബാക്കിയുള്ള എല്ലാ പ്ലാറ്റ്ഫോമും ഓഫ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഏതിലാണ് വണ്ടി കിട്ടാൻ നോക്കും കസ്റ്റമർ. അങ്ങനെ ഒരാഴ്ചത്തോളൊക്കെ വേണം. നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇത് സ്ട്രൈക്ക് വെച്ചിട്ടുള്ളൂ. പിന്നെന്താ വെച്ചാൽ ഊബർ എന്താ വെച്ചാൽ എല്ലാ ട്രിപ്പിന്നും കമ്മീഷൻ ഉണ്ട്. അതിന്റെ പുറമെ ഡെയിലി 49 പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ഫീ ആണുണ്ട്. അങ്ങനെയും പിടിക്കുന്നുണ്ട് ഊബറുകാര്. ഇത് കണ്ടോ, ഞാനിപ്പോ ലാസ്റ്റ് ഓടിയത് 5-ാം തീയതി ഓടിയതാണ്. ഇപ്പൊ ഇന്ന് 8-ാം തീയതി ആണ് നാളെ സ്ട്രൈക്ക് ഉള്ളത്. പക്ഷെ എന്നാലും എനിക്ക് എന്റെ വാലറ്റിൽ ഒരു 49 മൈനസായി കിടക്കണ്ടാവും കേട്ടോ. ഇത് 49 മൈനസ് എന്താ വെച്ചാല് നമ്മള് ലാസ്റ്റ് ആണ് ഓടിയത്, ഈ 5-ാം തീയതി ഓടിയതിന്റെ 49 ആണ് ഈ ചോദിക്കണവര്. അപ്പൊ 5-ാം തീയതി ഓടിയതിന്റെ 49 6-ാം തീയതി ആണ് അവർ ചോദിക്കുക. അപ്പൊ 6-ാം തീയതി ഓടിയിട്ടില്ല, പിന്നെ 7-ാം തീയതി 49 ചോദിക്കൂല. ഒരു ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ 49 അവർക്ക് വേണം. അപ്പോൾ ഡെയിലി ഒരു 49 പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോം ഫീ പറഞ്ഞിട്ട് അങ്ങനെ അവർ പിടിക്കുന്നുണ്ട്. ചിലപ്പോൾ അതാ പ്ലാറ്റ്ഫോം ഫീ എന്നതിൽ എഴുതിയിട്ടുണ്ട് 49. പിന്നെ അതിന്റെ പുറമെ കുറെ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പോട്ടെ. അപ്പൊ ഇപ്പൊ ഇന്ന് 5-ാം തീയതി ആണ് ഞാൻ ലാസ്റ്റ് ഓടിയത്. അപ്പൊ 49 മൈനസ് ആണ്. അങ്ങനെ ഊബർ കുറെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ട്രിപ്പിനും കമ്മീഷനും ഉണ്ട്. പിന്നെ മറ്റേ 49 പിടിക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാല് ഊബറിന് കൂടുതൽ കസ്റ്റമർ ഉണ്ടല്ലോ, അതുകൊണ്ട് അവരിങ്ങനെ റേറ്റ് കുറക്കും. നമുക്കാണ് അത് ബാധിക്കുന്നത്, നമുക്കാണ് റേറ്റ് കിട്ടാതെ. ഇപ്പൊ ഇന്ന് ഞാൻ മറ്റേ ഗ്രൂപ്പിൽ ഒരു വോയിസ് കേട്ടു. ഏതോ ഒരാൾ ഡ്രൈവർ ഊബറിന്റെ സപ്പോർട്ടിംഗ് ഓഫീസിലേക്ക് വിളിച്ചിട്ടുള്ള റെക്കോർഡാണത്. അപ്പൊ അതിലിങ്ങനെ പറയുന്നുണ്ട്, അതിന്റെ സംഭവം ചോദിച്ചാൽ ഈ കസ്റ്റമർ പോകുന്ന വഴിക്ക് ആഡ് സ്റ്റോപ്പ് അടിക്കും. അപ്പൊ ആഡ് സ്റ്റോപ്പ് അടിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറിന് വീണ്ടും കിലോമീറ്റർ കൂടാണ്. പക്ഷെ ഈ കസ്റ്റമറിന് റേറ്റ് കുറച്ച് കൊടുക്കുക. എന്നാൽ ഊബറിന് പിടിക്കേണ്ട കമ്മീഷൻ കറക്റ്റ് ആയിട്ട് ഊബർ പിടിക്കുന്നുണ്ട്. അത് എന്നിട്ട് ഇയാളിൽ നിന്നാണ് കട്ടായി പോയിട്ടുള്ളത്, ഈ ഡ്രൈവറിന്റെ. അപ്പൊ ആളങ്ങനെയാണ് വോയിസിൽ പറയണത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ വിളിക്കുന്ന കസ്റ്റമർ കെയറിന് ഒന്നും സംസാരിക്കാറില്ല. കാരണം ഇവരോട് എന്ത് പരാതി പറഞ്ഞാലും ഇവർ പറയും, നിങ്ങളുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറയും. അല്ലാതെ അതിനൊരു പരിഹാരം അവർ പറഞ്ഞു തരൂല, പരിഹാരം ചെയ്തു തരൂല. നമുക്ക് നഷ്ടമാണ്. ഞാൻ അവരെ വിളിക്കാൻ നിൽക്കലില്ല. കാരണം അവരെ വിളിച്ചിട്ട് നമുക്ക് ആ സമയം പോകുന്നല്ലാണ്ട് ഒന്നുമില്ല. നമ്മൾ ആ സമയത്ത് വേറെ ട്രിപ്പ് എടുത്താൽ നമുക്ക് ആ പൈസ കിട്ടും. അല്ലാണ്ട് അവരെ വിളിച്ചിട്ട് ഇതുവരെ എനിക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല, അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവരെ അതൊന്നും നമുക്ക് കിട്ടൂല. അപ്പൊ അങ്ങനെയാണ് ഊബറിന്റെ കുറെ സംഭവങ്ങളുള്ളത്. അപ്പൊ ഊബർ ശരിക്കും കൊച്ചിയിൽ നിന്ന് പോവാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇപ്പൊ എന്താന്നോ, ഈ സ്ട്രൈക്ക് ഉണ്ടാക്കുമ്പോൾ വേറെ കുറെ ആൾക്കാർക്ക് പ്രശ്നമുണ്ട്. എന്താ വെച്ചാല് ചില മുതലാളിമാർ ഇതിന് സമ്മതിക്കൂല. സ്ട്രൈക്കിന് ഇന്ന് ഓടണില്ല എന്ന് പറഞ്ഞാലും ചില മുതലാളിമാർ അയക്കൂല. അവർക്ക് ഡെയിലി റെന്റ് കിട്ടേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അങ്ങനത്തെ എന്തായാലും ഓടേണ്ടി വരും. പിന്നെ വേറെ കുറെ ഡ്രൈവർമാർക്ക് ചിലപ്പോൾ അത്രയും ഗതികേടുള്ള ആൾക്കാരും ഉണ്ടാവും. ഒരു ദിവസമൊക്കെ ഓടാന്നാല് അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ശരിക്ക്. പക്ഷെങ്കിൽ എല്ലാവരും പാടെ ഒരുമിച്ച് നിന്നാല്, ഒരാഴ്ചത്തോളം ഒരുമിച്ച് നിന്നാല് നാളെ നമുക്ക് കിട്ടും. പിന്നെ വേറെ കുറെ ആൾക്കാരുണ്ട്, ഒരു പ്രശ്നമില്ലെങ്കിലും നാളെ ഈ ഒരു ചാൻസ് മുതലാക്കാനുള്ള കുറെ ഡ്രൈവർമാരും ഉണ്ട് അവിടെ. അന്നിപ്പോ നമ്മളെ ലുലുമാളിന്നൊക്കെ കണ്ട പോലത്തെ ആൾക്കാരുണ്ടാവും, ഈ ഗ്യാപ്പിൽ ഗോളടിക്കാൻ നോക്കുന്ന ആൾക്കാർ. കാരണം കുറേ വണ്ടികൾ, ഇഷ്ടം പോലെ വണ്ടികൾ ഓഫ്ലൈൻ ആക്കി തരും ഊബർ. ആ ഗ്യാപ്പിൽ ഊബർ ഓണാക്കി കഴിഞ്ഞാൽ നല്ല ട്രിപ്പ് അടിക്കും. അപ്പൊ എന്താന്നോ, ആ കസ്റ്റമർക്ക് വണ്ടി കിട്ടും. വണ്ടി കിട്ടുമ്പോൾ കസ്റ്റമറിന് ബുദ്ധിമുട്ടൊന്നും തോന്നൂല. കസ്റ്റമറിന് ബുദ്ധിമുട്ട് തോന്നണം, ഊബർ വണ്ടി കിട്ടണില്ല, ഊബർ വേണ്ട, യാത്രി മതി. അല്ലെങ്കിൽ റാപ്പിഡോ നോക്കുമ്പോൾ അതിൽ വണ്ടി കിട്ടും. റാപ്പിഡോ ഊബർ ഓല ഇതൊന്നും കിട്ടരുത്. ഏതിലാണ് കൂടുതൽ കിട്ടണത്, കൂടുതൽ നമ്മൾ ഡ്രൈവേഴ്സ് ഏതാണ് ഓണാക്കുന്നത് അതിലാണല്ലോ ട്രിപ്പ് അടിക്കുക. അപ്പോൾ കസ്റ്റമറിന് യാത്ര ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ആഴ്ചത്തോളം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഊബറുകളൊക്കെ കുറെ ആൾക്കാർ ഒഴിവാക്കും ശരിക്ക്. ഇതിപ്പോ ഒരു ദിവസത്തിന്റെ സ്ട്രൈക്കേ ഉള്ളൂ. അതിങ്ങനെ കുറെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അങ്ങനെ ഒരു ദിവസമൊക്കെ ഓടാന്നാലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കാണ് ഇപ്പോൾ ഇത് ശരിക്കും ഒരു ബുദ്ധിമുട്ട്. പിന്നെന്താന്നോ, ഊബർ നമുക്ക് ഇതെന്താ വെച്ചാൽ ഊബർ ഒരു ഇന്റർനാഷണൽ ആപ്പാണ്. അപ്പോൾ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ഫോറിനേഴ്സ് ആൾക്കാരൊക്കെ, അവർക്കൊക്കെ ഊബറിനെ പറ്റി എന്തായാലും അറിയുള്ളൂ. കാരണം ഇന്നാള് ഞാനൊരു ചെക്കനെ അമേരിക്ക, യൂറോപ്പിൽ എവിടെ പഠിക്കുന്ന ഒരു ചങ്ങായി ഉണ്ടായിരുന്നു ഇവിടെ. അവൻ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഊബർ ബുക്ക് ചെയ്യണത്. നമ്മളന്ന് തിരുവല്ല പോയപ്പോൾ. അപ്പൊ അവൻ പറഞ്ഞ്, ഞാൻ ചോദിച്ചു സെയിം ആപ്പാണ് ചോദിച്ചു. ആ സെയിം ആപ്പാണ്. ഇവിടെ വരുമ്പോൾ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചേഞ്ച് ആവും, ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. നമുക്കൊന്നുമില്ല, ക്യാഷും കാര്യങ്ങളൊക്കെ അവിടെ ഡോളർ, റിയാൽ എന്നില്ലതൊക്കെ ഒന്ന് മാറിയിട്ട് ഇന്ത്യൻ റുപ്പിയിലേക്ക് അങ്ങനെ വരുമെന്നാണ് പറഞ്ഞത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന്. അപ്പൊ എന്താ, ഇന്റർനാഷണൽ ആപ്പാണ്. അത്രക്കും വളർന്നിട്ടുണ്ട് ഊബർ. നമ്മൾ തന്നെയാണ് വളർത്തുന്നത്. അപ്പൊ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഊബർ തന്നെ യൂസ് ചെയ്യുള്ളൂ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നാളെ എന്തായാലും സ്ട്രൈക്കാണ്. ഒരു ദിവസത്തിനാണ് വെച്ചിട്ടുള്ളത്. ഇത് ശരിക്കും ഒരാഴ്ചത്തേക്ക് വെക്കണമായിരുന്നു. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിപ്പോ എല്ലാം ഓഫ് ആക്കണം എന്നുള്ള ഒരു സ്ട്രൈക്കാണെന്ന് അറിയില്ല. ഞാൻ ചില ഗ്രൂപ്പിലൊക്കെ കണ്ടു യാത്ര മാത്രം ഓൺ ആക്കാന്നൊക്കെ. അപ്പൊ ആ ഒരു മെസ്സേജ് എല്ലാം അയക്കുമ്പോൾ ചിലവര് ഡിസ്ലൈക്ക് ഇടുന്നുണ്ട്, ചിലവര് കുറെ ചിരിക്കുന്നുണ്ട്, ചിലവര് കുറെ മറ്റേ തെറി ഇമോജികളൊക്കെ ഇട്ടിട്ടുണ്ട്.
അപ്പൊ അതെന്തൊക്കെയാന്ന് എനിക്ക് അറിയില്ല. ശരിക്കും യാത്ര ഓണാക്കുക, ബാക്കിയുള്ളതൊക്കെ ഓഫ്ലൈൻ ആക്കുക, അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. നമുക്ക് ഉപകാരമുള്ള യാത്രയാണ്. റാപ്പിഡ് ഉപകാരമാണ്, പക്ഷെങ്കിൽ ശരിക്കും ഒരു ആപ്ലിക്കേഷൻ മതി. എല്ലാവരും അതിൽ ഒത്തൊരുമയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര മതി ശരിക്ക്. അപ്പോൾ ബാക്കിയൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു സാധനം ഓൺ ആക്കണതായിരിക്കും നല്ലത്. ഇന്ന് ആൾക്കാർ അതിലേക്ക് ചാവും. മറ്റേതൊക്കെ ഓഫ്ലൈനാക്കിയിട്ടാലും വലിയ കാര്യം ഉണ്ടാവില്ല. അന്നൊരു ദിവസം വണ്ടി കിട്ടാന്ന് എഴുതി ഒരു ഇതൊന്നും ഇല്ല. അന്ന് ഞാൻ ആ സ്ട്രൈക്കില്ല അന്ന് ലുലുമാളിൽ നിന്ന് നോക്കുമ്പോൾ ഇടച്ചിറക്ക് ഞാൻ ഊബറിൽ ജസ്റ്റ് ഒന്ന് റേറ്റ് നോക്കി 900 സംതിങ് ആണ് അതിൽ കാണിക്കുന്നത് ഊബറിൽ. അന്ന് ആകെ 11-12 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ലുലുമാളിൽ നിന്ന് ഇടച്ചിറക്ക്. 900 രൂപ. അന്ന് എന്താന്നോ വണ്ടികളില്ലല്ലോ. അപ്പൊ ഏതെങ്കിലുമൊക്കെ വണ്ടി ഓടുന്നുണ്ടെങ്കിൽ അവര് ഒന്നുകൂടി ഉത്സാഹിച്ച് ഓടട്ടെ രീതിയിൽ റേറ്റ് കൂട്ടിക്കൊടുത്തു. പക്ഷെ റേറ്റ് കൂട്ടിയാലും കസ്റ്റമർ ബുക്ക് ചെയ്യാനും ഉണ്ടാവും അങ്ങോട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മുതലാക്കാൻ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും ഡ്രൈവേഴ്സ്. അവരിങ്ങനെ ചിന്തിച്ചാൽ മതി. ആ റേറ്റ് അന്നൊരു ദിവസം മാത്രമേ കിട്ടുള്ളൂ. അന്ന് എല്ലാവരും ഓഫ്ലൈൻ ആവുകൊണ്ടാണ് ആ റേറ്റ് കിട്ടണേ. അവരിങ്ങനെ ചിന്തിച്ചാൽ മതി. എല്ലാവരും പാടെ യാത്രയെ പ്രൊമോട്ട് ചെയ്തിട്ട് ഊബറിന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ യാത്ര നമുക്ക് കാലാകാലത്തിനുണ്ടാവും. അങ്ങനെ നമ്മൾ ചിന്തിക്കൂല. നമ്മൾ അന്ന് നല്ല ഏൺ ചെയ്യുക, അന്ന് എല്ലാവരും ഓഫ്ലൈൻ ആക്കണം എന്നുള്ളൊരു ചിന്തയിലേക്കാരോ. അപ്പൊ എല്ലാരും ഒത്തൊരുമയിൽ നിൽക്കുക, നാളത്തെ സ്ട്രൈക്കിനെ എല്ലാരും വിജയിപ്പിക്കുക. അപ്പൊ ഏതായാലും നമ്മള് ചൊവ്വാഴ്ച ഓടാൻ ഇറങ്ങും. ബുധനാഴ്ച വീഡിയോ ആയിട്ട് കാണാം.